ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ കൊമ്പങ്കാട് കോയ. അപ്പോൾ നമ്മുടെ ലാലാ കരീം നമ്മുടെ ഒരു കൊമ്പങ്കാട് കോയ ആവാനുള്ള പരിപാടിയിലാണ്. മേക്കപ്പൊക്കെ തുടങ്ങി കുട്ടാപ്പി കൊടുത്തതാ നമ്മുടെ ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പോടെ മേക്കപ്പൊക്കെ ചെയ്ത് കോസ്റ്റ്യൂമൊക്കെ മാറ്റി റെഡി ആയി നിൽക്കുകയാണ്. ഒരുപാട് ആളുകൾ, അധികം ആളുകൾ എത്തി, നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അധികം ആളുകളൊന്നും എത്തിയില്ല. ഒരു നാട്ടിൻപുറത്ത് നമ്മുടെ കുരുവമ്പലത്താണ്, മലപ്പുറം ജില്ലയിൽ തന്നെ കുളത്തൂർ പുലാമന്തോൾ അടുത്ത് കുരുവമ്പലത്താണ് ഇത് ഷൂട്ടുള്ളത്. നല്ല മഴയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് ഏകദേശം മേക്കപ്പ് കഴിഞ്ഞു. കുട്ടാപ്പി ഇതൊക്കെ പിടിച്ച് സെറ്റായി നിൽക്കുന്നുണ്ട്. അപ്പോൾ മേക്കപ്പൊക്കെ ലൈവായിട്ട് അവിടെ സ്പോട്ടിൽ തന്നെ നടത്തുന്നത്. ആളിങ്ങനെ കൂടി വരിക കേട്ടോ. ആളിങ്ങനെ പറയാൻ പുഴവെള്ളം ഒന്നുമല്ല, നമ്മൾ സാധാരണഗതിയിൽ തന്നെ പാടത്ത് ഏറ്റവും താഴത്താണ് റോഡുള്ളത്. റോഡിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഷൂട്ട് കംപ്ലീറ്റ് റോഡിൽ വെച്ചിട്ടാണ്. പക്ഷേ റോഡിൽ കുറച്ച് ഒരു മുട്ട് വരെ അല്ലെങ്കിൽ ഒരു കുറച്ച് അധികം വെള്ളമുണ്ട്, അത്രേ ഉള്ളൂ. ഒലിവെന്നുള്ള വെള്ളമല്ല, അത് പേടിക്കൊന്നും വേണ്ട. ഒലിവുള്ള വെള്ളമല്ല. ഒരാളുകൾ നമ്മുടെ സൈനൂന് അതിൽ നിൽക്കുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാരായിട്ടോ, ഏകദേശം ഫാമിലീസ്, കുട്ടികളൊക്കെ ഒരുപാട് വന്നതാ. കോയാക്ക പറഞ്ഞു കൊടുക്കുകയാണ്, കുട്ടിയെ ഇവിടെ നിന്നോ, അടിപൊളി, ഇവിടെ നിന്നോ അന്നയും സിനിമയിലെടുത്തു, അതാണ് ഉദ്ദേശം. അപ്പോൾ അങ്ങനെ കുറേ ആളുകളൊക്കെ നിൽക്കാൻ ഒരുപാട് താല്പര്യക്കാർ, ഫാൻസ് ഭയങ്കര കേട്ടോ. നമ്മളൊരു ഷൂട്ടിനൊക്കെ ചെല്ലുമ്പോഴേ ഭയങ്കരമായിട്ട് ആൾക്കാർ വന്നിട്ട്, കുട്ടികളും എന്നോട് അതൊന്നല്ല വിഷയം, ഫാമിലീസ്, വയസ്സായ ആൾക്കാരും വയസ്സായ സ്ത്രീകൾ, കുട്ടികൾ, മക്കൾ, തള്ളാർ, ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും കൂടി കണ്ടുള്ളൊരു അടിപൊളി ഒരു എൻജോയ് ചെയ്തൊരു ഷൂട്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടുത്തെ നല്ല ഈ കുഗ്രാമങ്ങളിൽ ഉൾപ്രദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇതാണ് റോഡ് കേട്ടോ. റോഡ് ഞാനാ വരുന്നതാ, അതാണ് റോഡ്. ഷൂട്ടിങ് ക്യാമറയും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതാ കോയാക്ക ചെല്ലുകയാണ്. അങ്ങനത്തെ ഷോട്ട് കൂടെ വെച്ചു. അത് കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ റോഡിൻ്റെ നടുവിലാണ് നിൽക്കുന്നത് കേട്ടോ. റോഡാണ്, നല്ല ടാറ്റ റോഡാണ്. റോഡ് ഒലിച്ചു പോയേ, വെള്ളം ഒലിവോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും മുത്തിൻ്റെ മുത്തെന്ന് പറയാൻ പറ്റില്ല, അധികം ഒരു 1.5 അടി 1 അടിയൊക്കെ വെള്ളമുള്ളൂ. പിന്നെ ആ വീടൊക്കെ നിൽക്കുന്ന റോഡ് സൈഡിലാണ്. അതൊക്കെ സേഫാണ്. നമ്മളെ വടപുരം പോണ റോഡാണ്. അപ്പോൾ എന്തായാലും ഷൂട്ട് അങ്ങനെ തുടങ്ങി. പിന്നെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ, ഒരുപാട് ആൾക്കാർ, എത്രയോ ആൾക്കാരാണ് വരുന്നത്. ഞാൻ പറഞ്ഞു ഫോട്ടോ ഒക്കെ എടുക്കാം. ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഫോട്ടോ എടുത്തിട്ട് കൊടുക്കും. അപ്പോൾ കുഞ്ഞാപ്പൂൻ്റെ പൊളിയുണ്ട്, പൊളിയുണ്ട്. എല്ലാവരും കുട്ടികളും പറഞ്ഞു ഒരുപാട് നേരമായി വന്നിട്ട്. പക്ഷേ എന്താ വിഷയം വെച്ചാൽ എല്ലാവരും കുട്ടികൾക്ക് ഫോട്ടോ എടുക്കലും കൈയെടുക്കലും പിന്നെ ചെറുതായിട്ടുള്ള കുറേ രസങ്ങൾ ടിക്കറ്റ് കാണുന്ന മാതിരില്ല, അല്ലെങ്കിൽ ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ വീഡിയോസിൽ കാണുന്ന പോലെയല്ല. നല്ല രസകരമായിട്ട് കുട്ടികളൊക്കെ കളിച്ച് ചിരിച്ചിട്ടൊക്കെയാണ് ആൾ എൻജോയ് ചെയ്തിട്ടാണ്. ഇവർ രണ്ടുപേരും അങ്ങനെ തന്നെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഷൂട്ടിങ് ഒക്കെ. ഇതേപോലെയുള്ള മെത്തേഡുകളും കാര്യങ്ങളൊക്കെ പറയും, സ്വാഭാവികമാണ്. അപ്പം പിന്നെ ആരോ കുട്ടികൾ ഒരു വാഴണ്ട് ഉണ്ടാക്കിയുള്ളൊരു ചങ്ങാടം പോലെ വാഴത്തണ്ടോട് പണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കിയ സംഭവമാണ്. ഇപ്പോൾ വെള്ളം പൊന്തിപ്പോൾ അങ്ങനെയാണല്ലോ, എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ നീങ്ങാം. അപ്പോൾ ചെയ്യുന്നത് നല്ല ഷോട്ട്, അടിപൊളി ഷോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊരു രസകരമായിട്ട് കൂടുന്നുണ്ട്. രണ്ടാളാണ് അടുത്ത് തന്നെ ആവുകൊണ്ട് 2 പേരും ഉണ്ട്. അപ്പോൾ നമ്മളോട് ചെറിയ പ്ലാനിങ്, എങ്ങനെയൊന്ന് പറയാം, അങ്ങനെയൊന്ന് പറയാം. അപ്പോൾ നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കും. അതൊരു രസം, നമുക്കും തന്നെ വലിയ സന്തോഷം. കാരണം ഏകദേശം 3ാമത്തെ വീഡിയോയിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. വളരെ നന്ദി. കുട്ടികളൊക്കെ ഇവിടെ എത്തി, ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇതൊന്നുമല്ല, ഇത് കുറച്ച് പേര് നമ്മൾ ലൈവായിട്ട് കാണാൻ വേണ്ടി കുറച്ച് ആൾക്കാർ നമ്മൾ അപ്പുറത്ത് നിർത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ കുറച്ച് ആളുകളുണ്ട്, അവിടെ കുറച്ച് നിർത്തിയിട്ടുള്ളതാണ്. കുറച്ച്
നേരം അവിടെ നിന്നോളി, എല്ലാവരും കണ്ടിട്ട് ഫോട്ടോ എടുത്തിട്ട്. ഏകദേശം അവിടുന്ന് പോന്നപ്പോത്തിന് ഒരു 2-3 മണിക്കൂർ, ഏകദേശം 3 മണിക്കൂറിൻ്റെ അടുത്തായി. ഇത് ഒരിക്കൽ കൂടി പറയാണ്, വലിയ ഇതൊന്നുമല്ല, റോഡാണ്.